ഹലോ, ഇന്ന് നമുക്കൊരു ഭട്ടൂരയും മസാല ഷവായും നോക്കിയാലോ. അപ്പോൾ ഭട്ടൂരയ്ക്ക് ആദ്യം വേണ്ട എന്താ വെച്ചാൽ ഒരു ഇളം ചൂടുള്ള പാൽ, അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര, ഒരു 2 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് ഒന്ന് നമുക്കതൊന്ന് ഇതാക്കാൻ വെക്കാം കേട്ടോ, ഒന്ന് പൊങ്ങാൻ വെക്കാം. ഇനി ഏകദേശമൊക്കെ പൊങ്ങി വന്നതിന് ശേഷം ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദ എടുക്കുക. ഇനി അതിലേക്ക് ലേശം നമുക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പുട്ടിനൊക്കെ കുതിർത്തണ മാതിരി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ ഏകദേശം അതൊക്കെ ഒന്ന് ഈസ്റ്റൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കണം. വെച്ചിട്ട് വെള്ളം കൂടുകയോ കുറേ ചെയ്തൊരു ചപ്പാത്തി രൂപത്തിലൊക്കെ അതിലേറെ ഒന്നും കൂടി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒന്ന് മേലൊക്കെ ഒന്ന് ഓയിലൊന്ന് തടവിയിട്ട് നമുക്കൊന്ന് അതൊന്ന് പൊങ്ങാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ട്. അത് പൊങ്ങി വന്നതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് നമുക്കിനി ഇത് ഓരോന്ന് നല്ല ഉരുളകളാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്ത് ഉരുളകളാക്കിയിട്ടിട്ട് ഇനി കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്ക് ഓരോന്നോരോന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഒന്ന് പരത്തിയെടുക്കട്ടെ. വല്ലാത്ത കനം കുറക്കും വേണ്ട, വെച്ചിട്ട് നല്ലോണം കനം വേണ്ട കേട്ടോ. ഒരു മീഡിയം ഒരു കനത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലാക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ത്രികോണത്തിൻ്റെ രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. അധികം കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഭട്ടൂരൻ്റെ ഇത് അങ്ങനെയല്ലേ കാണൽ, ആ ഒരു കനത്തിലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കാണിച്ചില്ലേ. ഇനി നല്ലോണം തിളച്ച ഓയിലേക്ക് ഇട്ടുകൊണ്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്നില്ല കേട്ടോ. ഒന്നുകൊണ്ട് ലോ ആക്കി കൊടുക്കുക. എന്നാലേ ഉള്ളൂ അതിൻ്റെ, അല്ലെങ്കിൽ പുറം വേഗം കണ്ട് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അത് ആദ്യം ഒന്ന് കരിഞ്ഞു പോകാൻ ഒന്നും കണ്ട് നിറം മാറാൻ കാരണം. ഇങ്ങനെ എല്ലാതും നമുക്ക് ഓരോന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഇതേമാതിരി നിൽക്കണം കേട്ടോ. ഭട്ടൂരിൻ്റെ കറക്റ്റ് അളവാണത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മസാല ഷവായ ഉണ്ടാക്കാം കേട്ടോ. അതിലേക്ക് ആദ്യം മല്ലിച്ചപ്പ്, പുതിന ഓരോരോ പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി കേട്ടോ, കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചെറിയ ജീരകം, വലിയ ജീരകം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി ഉണ്ടായിരുന്നില്ല. അത് ഉള്ളോല് വെള്ളത്തിൽ കുതിർത്തിയിട്ടൊന്ന് നന്നാക്കി അരക്കായിരിക്കട്ടോ നന്നാവുക. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു വെച്ചിട്ട് ഒരു ഇതുമില്ലട്ടെ, ടേസ്റ്റൊക്കെ ഒരേമാതിരി തന്നെയാണ്. ഇനി അതിലേക്ക് കുറച്ച് തൈര് ആഡാക്കി കൊടുത്തിട്ടുണ്ട്. ലേശം സുറുക്കി ആഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം പേസ്റ്റാക്കിയിട്ട് നമ്മൾ വരഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. ഞാൻ ചിക്കൻ ഇതേമാതിരി വരഞ്ഞ് വെച്ചിട്ട് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ശരിക്കും 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് വെക്കൽ നിർബന്ധം കേട്ടോ. അതിലേക്കൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അതൊന്ന് എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. എനിക്ക് ലേശം എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് കുറച്ചൊന്ന് ഒഴിച്ചെടുത്തിട്ടൊന്ന് നന്നാക്കി ഇളക്കി കൊടുത്തിട്ട് ആ കുക്കറൊന്ന് മൂടി വെക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട്, ചെറിയ പീസല്ലേ, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 2 വിസിലടുപ്പിക്കുക കേട്ടോ. എന്നിട്ടൊന്ന് 2 വിസിലടിച്ചതിൻ്റെ ശേഷം പിന്നെ അതൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് തുറക്കാതെ മതി കേട്ടോ. വിസിലൊക്കെ പോയിട്ട് ആവിയൊക്കെ പോയിട്ടൊക്കെ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി.
ഇതിലേക്ക് ലേശം ഒന്നും കൂടി ഒരു ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്ക് ആ ചിക്കന് സ്വന്തമായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഒരു പുറം അതിൻ്റെ ശേഷം മറ്റേ പുറം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. തങ്ങി നിൽക്കീസു നമുക്ക് ഉണ്ടായിരുന്ന മസാല അതായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയിട്ട് എടുക്കാനാണ്. ഏകദേശമൊക്കെ ഒന്ന് കുറുക്കി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഞാൻ പാത്രത്തിൽ കിട്ടിയത് കാണാനില്ല കേട്ടോ, അതിൻ്റെ വീഡിയോ കട്ടായി പോയതാണ്. അപ്പം നല്ലൊരു മസാല ഷവായാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.